ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് രാഹുലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് അടുത്തുള്ള കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിലാണ്. ഞാനിപ്പോൾ പോകുന്നത് അട്ടപ്പാടിയിലേക്കാണ്. ആ പോകുന്ന റൂട്ടിലുള്ള ഒരു ചെറിയ ഡാം കണ്ടപ്പോൾ ഞാനവിടെ നിർത്തി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വിശേഷങ്ങളാണ്. ഇവിടെ കൂടാതെ തന്നെ വാക്കോടൻ മലകളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഡാമിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. 1995 ഈ ഡാം ഓപ്പൺ ചെയ്തത്. അതുപോലെ തന്നെ 17,000 ഏക്കറോളം ഈ ഡാം ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. അതുകൂടാതെ നമ്മളിപ്പോൾ താഴെ കാണുന്ന ഈ റിവറില്ലേ, ഇതാണ് കാഞ്ഞിരപ്പുഴ. ഇത് ഭാരതപ്പുഴയുമായിട്ടും അതുപോലെ തൂത്തുപുഴയുമായിട്ട് കണക്റ്റഡ് ആട്ടോ. പിന്നെ നമ്മളെ മുന്നിലിതാ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന മലനിരകൾ, ഇതാണ് അഗളി മലനിരകളും അതുപോലെ തന്നെ വാക്കോടൻ മലനിരകളും. ഈ മലനിരകൾക്കൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ച് തരാത്തത്. നിങ്ങളൊരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലം തന്നെ കേട്ടത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഓപ്പൺ അല്ല. ഇവിടുത്തെ നാട്ടുകാരോടും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടും പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾ മണ്ണാർക്കാട് പോയി പാസ് ചെയ്യുമ്പോൾ ഇവിടെ കയറാൻ മറക്കണ്ട, അടിപൊളിയാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്, രാവിലെ ആയാലും വൈകിട്ടായാലും ഈ മലകളുടെ മുകളിൽ ഇങ്ങനെ ഒരു പുതപ്പ് കൊണ്ട് മൂടിയ പോലെ മഞ്ഞ് വന്നിങ്ങനെ കവർ ചെയ്യും. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ഈ മലകളെ ഹൈറ്റൊന്നും ഇത്രയല്ല ഇട്ടുള്ളത്, നമുക്ക് മഞ്ഞ് കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ വരുമ്പം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരാം. ഈ റിവറിൻ്റെ സൈഡിലാണ് ഇവിടുത്തെ കാട്ടാനകളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കാറുള്ളത്. അപ്പോൾ എന്നോട് നാട്ടുകാർ പറഞ്ഞ്, നിങ്ങൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ആനകളൊന്നും വരാറില്ല, അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഇറങ്ങിക്കോന്ന്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ വ്യൂ എന്ന്. ഞങ്ങളിന്നിവിടെ എത്തിപ്പെട്ടത് വൻ കോമഡി ആട്ടോ. ഞങ്ങൾ ശരിക്കും ഇങ്ങോട്ട് വന്ന ആളുകളല്ല. ഞങ്ങൾ പെരിന്തൽമണ്ണയിലെ കൊടുകുത്തിമലല്ലേ, അങ്ങോട്ടായിരുന്നു വന്നത്. ഈ മുന്നിൽ പോകുന്ന ആളില്ലേ, ഈ റെഡ് ഷോർട്ട്സ് ഇട്ടില്ലേ, ഇവനാണ് ഷറഫ്. ഇവൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ കൊടുകുത്തിമല. അങ്ങനെ ഞങ്ങളവിടെ ഷറഫ് എന്നോട് പറഞ്ഞ്, എടാ നീ രാവിലെ 4 മണിയാകുമ്പോൾ വാ, നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് തിരിച്ച് പോകുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ നാട്ടുകാരും ഫോറസ്റ്റുകാരും പറയുന്നത് കൊടുകുത്തിമല 1 വർഷത്തോളമായിട്ട് ക്ലോസ്ഡാണ്, അങ്ങോട്ട് കയറാൻ പറ്റാന്ന്. അങ്ങനെ ഡെസ്പായി നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് സാദിക്ക് പറഞ്ഞു, നമുക്ക് ഏതായാലും അട്ടപ്പാടി വരെ പോടാം. അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഭംഗിയും ഇവിടുത്തെ ഈ വാക്കോടൻ മലകളെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഇവിടെ കയറിയതാണ്. പക്ഷേ ഇവിടെ എത്തിപ്പെട്ടപ്പെട്ടോ എനിക്ക് കൊടുകുത്തിമല കയറാത്തതിൻ്റെ സങ്കടമൊക്കെ അങ്ങോട്ട് പോയി. കാരണം ഇവിടെ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ മലനിരകളും ഈ ഡാമും ഇവിടുത്തെ മഞ്ഞും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കിവിടെ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായി.
ഞങ്ങളിവിടെ വന്നപ്പം തൊട്ട് മീൻ പിടിക്കുന്ന ഒരു ചേട്ടനാട്ടത്. ഈ ചേട്ടനാണ് ഇവിടുത്തെ ഡാമിനെക്കുറിച്ചും ഈ മലനിരകളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല, കാരണം നല്ല മഴ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ അട്ടപ്പാടിയിലെ കാഴ്ചകളും അവിടുത്തെ വ്യൂ ഒക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ഏട്ടനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങുകയാണ്. കാഞ്ഞിരപ്പുഴ ഡാമിലെ കാഴ്ചകളും അതുപോലെ തന്നെ വാക്കാടൻ മലകളെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ തുടർന്നുള്ള വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.